സൗമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഹെൽത്തിയുമായ ലഡ്ഡുവാണ് കേട്ടോ. ഇതുണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. 1/4 കപ്പ് കശുവശ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്. 1/4 കപ്പ് തണ്ണിമത്തൻ കുരു ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 1/4 കപ്പ് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് ഏറെ നല്ലതാണ്. 1/4 കപ്പ് ബദാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. 1/4 കപ്പ് നിലക്കടല കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിക്കേണ്ട കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പൗഡറായി പൊടിക്കണമെന്നില്ല. ഒരല്പം തരിതരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അടുത്തതായിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 കപ്പ് ജാഗറി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈഡ് ജിഞ്ചർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ജാതിക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫൈബർ അടങ്ങിയതിനാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം പരിഹരിക്കാൻ ഇത് വളരെ ഉത്തമമാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ലഡ്ഡു ഉണ്ടാക്കുന്നതിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് കയ്യിൽ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് മിക്സ് കയ്യിലെടുത്തിട്ട് ഒരു ഉരുളയായി ഉരുട്ടിയെടുക്കുക. ഇത് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതിയാകും കേട്ടോ. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം വേണം ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ലഡ്ഡു റെഡിയായിട്ടുണ്ട്. ഇതുവരെ ഈ റെസിപ്പി ചെയ്തു നോക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തു നോക്കിക്കോളൂ. ഇഷ്ടമാകട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്തെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.